സോ ഗൈസ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ എങ്ങനെ മോഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ കുറേ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് എങ്ങനെ മോഡൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന്. അപ്പോൾ ഗൈസ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് മാക്സിമം ഫുള്ളായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ മസ്റ്റായിട്ട് ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഗൈസ് ഞാൻ ജിന്നാണ് അതിനകത്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനൊരു മോഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു പേജാണ് ആദ്യം ഒന്ന് ഓപ്പൺ ആയി വരിക. ആപ്പിൻ്റെ അകത്ത് കയറട്ടെ, ജസ്റ്റ് ഒന്ന് ലോഡ് ആകാനുണ്ട്. ഓഫ്ലൈൻ ആയതുകൊണ്ട് ഇച്ചിരി താമസമുണ്ട്. ഓഫ്ലൈനായിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. ഇവിടെ റേഞ്ചൊന്നും ഇല്ല ഗൈസ്, അതിൻ്റെ പ്രശ്നമാണ്. ഇത് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഗൈസ് നേരെ അപ്പുറത്തേക്കൊന്ന് സ്വൈപ്പ് ചെയ്യുക. ഇതിനകത്ത് കുറേ മോഡുണ്ട്. KSRTC ഉണ്ട്, അങ്ങനെ ടൂറിസ്റ്റ് ബസ്സുണ്ട്, പ്രൈവറ്റ് ബസ്സുണ്ട്, ട്രാവലറുണ്ട്, കുറേ വണ്ടിയുണ്ട്. അങ്ങനെ ജീപ്പ്, ജിപ്സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്കോർപ്പിയോ അതുപോലത്തെ വണ്ടി കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഇൻസ്റ്റാൾ ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് കയറും. സ്കിന്നും കാണും, മോഡും കാണും. അതിനകത്ത് മോഡ് കയറ്റുക. അത് കയറുമ്പോഴത്തേക്കും ക്രോമിലേക്ക് പോയി ഡൗൺലോഡ് ആകും. ഇത് പറയേണ്ട ആവശ്യമില്ല, അറിയില്ല. സിമ്പിളാണ് ഗൈസ്. അല്ലാതെ നിങ്ങൾ വേറൊരു ഫ്രണ്ട്സിനോട് പോയി ചോദിച്ചിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു ആവശ്യമില്ല. അപ്പോൾ ഗൈസ് ഇത്ര പറയാൻ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നേരത്തെ വർക്കായി നോക്കാൻ വേണ്ടി നമുക്ക് നേരെ ഗെയിമിലേക്ക് കയറാം. അപ്പോൾ ഗൈസ് ഇതുപോലൊരു പേജായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഗെയിമിൻ്റെ അതായത് മോഡിൻ്റെയും സ്കിന്നിൻ്റെയും. നിങ്ങൾക്ക് സ്കിന്നും കയറ്റാം, മോഡും കയറ്റാം. ആവശ്യമുള്ളവർ രണ്ടും കയറ്റുക, ആവശ്യമില്ലാത്ത ഒരെണ്ണം മാത്രം കയറ്റുക. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഗെയിമിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഗെയിമിലേക്ക് കയറാം. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ മറക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ മസ്റ്റായിട്ടും തന്നെ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കയറാം. പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. അപ്പോൾ ഗൈസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മോഡും കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കാം. എൻ്റെ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഗൈസ് ചെക്കൗട്ട് ചെയ്തേക്കാം. അത് മാത്രമല്ല കുറേ ഇതുപോലത്തെ മോഡ് ആപ്സ് പ്ലേ സ്റ്റോറിൽ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കയറാം. അപ്പോൾ ഗൈസ് മാപ്പ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഒന്ന് ഫോളോ ചെയ്ത് ചെക്കൗട്ട് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു ഗെയിമിംഗ് ചാനൽ, ഇതിനകത്ത് ബ്ലോഗ് വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് അതും കൂടി ഒന്ന് കണ്ടേക്കാം. കുറേ വീഡിയോസ് അങ്ങനെ ചാനലിൽ കിടപ്പുണ്ട്, കാണത്തുണ്ട്. ഒന്ന് പോയി കാണുക. കുറേ വീഡിയോസ് ഉണ്ട്, ഇത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് മാക്സിമം ഒരു 200 സബ്സ്ക്രൈബേഴ്സ് ആകാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമുക്ക് നേരെ റോഡ് ടു 200. അപ്പോൾ ഗൈസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഗൈസ് അത്യാവശ്യം ഒരു സ്റ്റോറേജ് ബേസിലാണ് ഈ ഗെയിം കളിക്കേണ്ടത്. എന്തെന്ന് വെച്ചാൽ ലാഗ് കാര്യങ്ങളും ഇല്ലെന്നല്ല, ഉണ്ട്. ഒരു സിനിമ കയറ്റിയാൽ തന്നെ ഒരു 2-3 സിനിമ കയറ്റിയിട്ട് ഒരു 2-3 സിനിമ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഗെയിം കളിക്കാൻ ഭയങ്കര പ്രശ്നമാണ്. എന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്താൽ ഭയങ്കര ലാഗാണ്. പിന്നെ സെറ്റിങ്സ് ലോ ആക്കിയിട്ട് ഒരു കുഴപ്പമില്ല. മാക്സിമം നിങ്ങൾ സെറ്റിങ്സ് ഒന്ന് കൺട്രോൾ ചെയ്തേക്കുക. പിന്നെ ഈ വളയ്ക്കുമ്പോഴും തിരിക്കുമ്പോഴും സൂക്ഷിച്ച് കണ്ട് ഓടിച്ചില്ലെങ്കിൽ എവിടെയും കൊണ്ട് തട്ടിയാൽ അപ്പോൾ തന്നെ അതിൻ്റെ മണ്ടയ്ക്ക് 100% എഴുതി കാണിക്കും. അത് നന്നായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കാൻ സൂക്ഷിക്കുക, കുറയാതെ നോക്കുക. അത് കുറയുന്നവരും വണ്ടിയുടെ സ്പീഡ് കുറയും. അത് മാത്രമല്ല മാക്സിമം ഇൻഡിക്കേറ്ററൊക്കെ യൂസ് ചെയ്യുക. ഒരു നിയമങ്ങളുണ്ട് അതിനകത്ത്, അത് നോക്കിയൊന്ന് ചെയ്തേക്കുക. ഗെയിം അതിൻ്റെ പേരിൽ മാപ്പും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും സൂക്ഷിക്കുക. സ്റ്റോറേജ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. സ്റ്റോറേജ് കുറവാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക, കുറച്ചിട്ട് ചെയ്തേക്കുക. അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന നേരം നല്ല ലാഗായിരിക്കും ഗൈസ്. ഇത് അത്യാവശ്യം ലാഗ് ഉണ്ട്, ഇല്ലെന്നല്ല, കൂടിപ്പോയ ഒരു മഴ വന്നാൽ പോയി സ്കൈ വിട്ടും. അപ്പോൾ ഗൈസ് മണ്ടയ്ക്ക് 90% എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഗൈസ് 100% വരെ ഉണ്ടായതാണ്, ഇപ്പോൾ 90. അപ്പോൾ ഗൈസ് എനിക്കിനി അങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ വയ്യ. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ സൂക്ഷിച്ചും കണ്ട് ഓടിക്കുക ഗൈസ്. 100-90 ആകും, പിന്നെ ഇത് 1 ആകും, പിന്നെ കുറഞ്ഞ് 0 ആകും, പിന്നെ വണ്ടി ഓടാതാകും. അതാണ് ഗൈസ് പ്രശ്നം. അപ്പോൾ ബൈ.